ഇന്ന് നമ്മൾ 6ാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. അഗ്നിസൂക്തത്തിലെ 6ാമത്തെ മന്ത്രത്തിന്റെ ഋഷി മധുച്ഛന്ദ ഋഷി. ഛന്ദസ് എന്താണ്? ഋജിത് ഗായത്രി ഛന്ദ. ദേവതയാണ് അഗ്നിർദേവത. സ്വരമോ ഷഡ്ജസ്വരം. ഇനി മന്ത്രം എന്താണെന്ന് ഞാനും ചൊല്ലാം. ഓം യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തത് സത്യമംഗിര. ഓം യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തത് സത്യമംഗിര. ഒന്നും കൂടി പറയാം. ഓം യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തത് സത്യമംഗിര. ഇതാണ് മന്ത്രം. കേട്ടുമല്ലോ. ഇനി മന്ത്രത്തിലെ ഓരോ ശബ്ദത്തായിട്ട് നമുക്ക് എടുക്കാം. യദംഗദാശുഷേ എന്ന് പറഞ്ഞാൽ യദംഗ, അംഗ എന്ന് പറഞ്ഞാൽ സർവർക്കും മിത്രമായിരിക്കുന്ന എന്ത്? അഗ്നേ. ഹേ അഗ്നേ, ഹേ പരമേശ്വര, ത്വം അവിടുന്ന്, ദാശുഷേ ദാനം ചെയ്യുന്നവർക്കായി. ദാശ്ര ദാനേ എന്ന ധാതുവിൽ നിന്നാണ് ഈ ദാശുഷേ എന്ന ശബ്ദം നമ്മൾ ഉണ്ടാവുന്നത്. ദാനം ചെയ്യുന്നവർക്കായി. ദാനം ചെയ്യുന്നതിന്റെ മഹത്വം ഋഗ്വേദത്തിൽ 1ാമത്തെ സൂക്തത്തിൽ തന്നെ നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ദാശ്രദാനേ, അപ്പോൾ ദാശ്രദാനേ എന്ന ധാത്വർത്ഥത്തിൽ നമുക്ക് ദാശുഷേ ദാനം ചെയ്യുന്നവർക്കായിട്ട് ഏതൊരു ഭദ്രം കരിഷ്യസി ഭദ്രമാണോ ചെയ്യുവാൻ പോകുന്നത്, അല്ലയോ അങ്കിരഹ. അങ്കിരഹ അംഗങ്ങളിൽ രസം നിറയ്ക്കുന്നവനെ, പ്രാണദാതാവേ. നമ്മുടെ അംഗങ്ങളിലെല്ലാം പ്രാണന്റെ രസം നിറച്ചവനായതുകൊണ്ട്, പ്രാണദാതാവായതുകൊണ്ട്, നിരവധി രസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന് പ്രേരണ നൽകുന്ന, അത് നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അങ്കിരഹ, അങ്കിരസ് എന്ന പേര് ഭഗവാന്റെയാണ്. തവ അവിടുത്തെ, തത് ആ പ്രവൃത്തി, ഇത് നിശ്ചയമായും സത്യമാകുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ തീർച്ചയായും ഞാനിപ്പോൾ എഴുതി കാണിക്കുന്ന മന്ത്രം തീർച്ചയായും ഒരു ഭാഗത്തു നിന്ന് എഴുതിയെടുക്കണം. യൂട്യൂബാണ്, അതെവിടെയും പോവില്ല. നിങ്ങൾക്ക് സൗകര്യം പോലെ അത് എഴുതിയെടുക്കാം. എഴുതിയെടുത്ത് പഠിക്കുക. ആദ്യം ശരിക്കും 2 or 3 പ്രാവശ്യം ഇത് കേൾക്കുക. അതിൻ്റെ കൂടത്ത് പറയാതെ കേൾക്കുക. കേൾക്കുമ്പോൾ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാവും. അപ്പോഴാണിത് പഠിക്കാൻ എളുപ്പമുണ്ടാവുക. ഒന്നും കൂടി ഞാൻ മന്ത്രം ചൊല്ലാം. ഓം യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തത് സത്യമംഗിരഃ. ഋഗ്വേദത്തിലെ 1ാം മണ്ഡലത്തിൽ 1ാമത്തെ സൂക്തത്തിലെ 6ാമത്തെ ഈ മന്ത്രത്തിൽ പറയുന്നത് എന്താണ്? അംഗ, സർവർക്കും മിത്രമായിരിക്കുന്ന. ഹേ അഗ്നേ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ത്വം ദാശുഷേ ദാനം ചെയ്യുന്നവർക്കായി ഏതൊരു തരത്തിലുള്ള ഭദ്രമാണോ ചെയ്യുവാൻ പോകുന്നത്, ഭദ്രം കരിഷ്യസി ഭദ്രമാണോ ചെയ്യുവാൻ പോകുന്നത്. ഭദ്രം കരിഷ്യസി എന്ന് പറഞ്ഞാൽ ഭദ്രമാണോ ചെയ്യാൻ പോകുന്നത്, അല്ലയോ അങ്കിരഹ അംഗങ്ങളിൽ രസം നിറയ്ക്കുന്നവനെ, പ്രാണദാതാവായ അല്ലയോ പരമേശ്വര, തവ അവിടുത്തെ, തത് ആ പ്രവൃത്തിയുണ്ടല്ലോ, ഇത് നിശ്ചയമായും സത്യമാകുന്നു എന്ന് പറയാം. അപ്പോ ഈ 6ാമത്തെ മന്ത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഒരുപാട് മനസ്സ് നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട് ഈ മന്ത്രത്തിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ മന്ത്രം ഒരിക്കൽ കൂടി പലതവണ കേൾക്കുക, പലതവണ അർത്ഥം മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. അങ്ങനെ മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇതിന് വിവിധങ്ങളായ അർത്ഥങ്ങൾ ഇങ്ങനെ നമ്മളുടെ ഉള്ളിലേക്ക് വരും. അതിന് നമുക്ക് നിരുക്തം ഉപയോഗിക്കാം, നിഘണ്ടു ഉപയോഗിക്കാം, പാണിനീയ സൂത്രം ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സാഖ്യ യോഗവും ന്യായവും വൈശേഷികവും യോഗവും മീമാംസയും വേദാന്തവും ഒക്കെ പഠിക്കാൻ പറ്റും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത് തീർച്ചയായും കോഴിക്കോട് കാശിവാശ്രമത്തിലേക്ക് വരിക. അതോടൊപ്പം ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വയ്യ, അല്ലെങ്കിൽ പണമില്ല, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ വീട്ടിലിരുന്ന് പഠിക്കണം. ശരി, നിങ്ങൾ പഠിച്ചോളൂ. അതാണ് ഈ ഒരു പരമ്പരയുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കാകാവുന്നത്ര ആളുകളിലേക്ക് നമ്മുടെ ഈ ഈശ്വരീയ വാണിയായ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് വേദപ്രചാരണമാണ്. ആ വേദപ്രചാരണത്തിന് നിങ്ങൾ നടത്തുന്ന പ്രയത്നം ഭഗവാൻ കാണാതെ പോവില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
നല്ല ദിവസമായിരിക്കട്ടെ. നല്ല അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്തേ. ഓം.